കേരളത്തിലെ മീഡിയയിൽ വന്ന വാർത്തയാണ്, ടെലിവിഷനിലൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്, ഫ്ലാഷ് അടിക്കുകയാണ്. ആലുവ റൂറൽ എസ് പിയുടെ നേതൃത്വത്തിൽ, അതായത് മുനമ്പം വടക്കൻ പരവൂർ ഭാഗത്തുള്ള ഈ ലേബേഴ്സിൻ്റെ താമസ സ്ഥലത്തു നിന്ന് 27ഓളം ബംഗ്ലാദേശികളെ അറസ്റ്റ് ചെയ്തു. അവർ പല കൂലിപ്പണിക്കായിട്ട് പോയിക്കൊണ്ടിരുന്നവരെ. ബാക്കി ഫർദറായിട്ടൊന്നും വാർത്തകൾ പറയുന്നില്ല. കേരള പോലീസ് പറഞ്ഞ് ഇന്ത്യയിൽ നടത്തിയ ഏറ്റവും വലിയ റെയ്ഡാണ് മാങ്ങാത്തൊലി. ഇന്ത്യയിൽ മുഴുവനും ബംഗ്ലാദേശികൾക്കെതിരെ റെയ്ഡ് നടക്കുക. അപ്പം ഞാനിതുമായിട്ട് ബന്ധപ്പെട്ട് ഡൽഹിയിലുള്ള സീനിയറായിട്ടുള്ള ഇൻ്റലിജൻസ് ഓഫീഷ്യൽസുമായിട്ട് സംസാരിച്ചു. എന്താണ് ഇപ്പോൾ ഈ പെട്ടെന്ന് റെയ്ഡ് നടക്കാൻ കാരണം നിങ്ങൾക്കറിയാം? ബേസിക് റീസൺ, കാരണം ട്രംപ് അവിടെ ഇത് കൊണ്ടുവന്നു, അവിടുത്തെ എയ്ഡ് മുഴുവനും ക്യാൻസൽ ചെയ്തു. അപ്പോൾ അതിനു മുമ്പ് തന്നെ ട്രംപ് വന്നു എലക്റ്റ് ആയി കഴിഞ്ഞപ്പോൾ തന്നെ അവർക്ക് മെസ്സേജ് കൊടുത്തിരുന്ന ആക്ഷൻ എടുക്കണം. അതായത് അന്ന് കലാപത്തിൽ പങ്കെടുത്ത ആൾക്കാർക്കെതിരെ ആക്ഷൻ എടുത്തേ മതിയാകൂ. അതിൻ്റെ പേരിൽ ഏകദേശം 10,000-10,000 ബംഗ്ലാദേശികൾ ഇന്ത്യ ബോർഡർ ക്രോസ് ചെയ്തു. ഇതാണ് സംഭവം. അതിൽ ഏകദേശം 1000 മുതൽ 2000 വരെ ആൾക്കാർ കേരളത്തിലെത്തിയിട്ടുണ്ട്. ഇതാണ് ഇഷ്യൂ, ഇതാണ് സംഭവം. അല്ലാതെ കേരള പോലീസ് പറഞ്ഞ ചുമ്മാ അടിസ്ഥാനപരമായിട്ട് ഇത് പ്രഷർ ചെയ്തൊക്കെ കേന്ദ്ര ഗവൺമെൻറ്റാണ്, കേന്ദ്രത്തിൻ്റെ ഇൻ്റലിജൻസ് ആണ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിനോട് പറയുന്നത്, പോലീസിനോട് പറയുന്നത് അവിടെ റെയ്ഡ് നടത്തുക. ഇവർ വന്നവരെല്ലാം അവിടെ ഹിന്ദുക്കളെയും ഹിന്ദു അമ്പലങ്ങളെയും അവിടെ ദുർഗാപൂജ സംഭവങ്ങളെയെല്ലാം അറ്റാക്ക് ചെയ്യും, അവരുടെ സ്ഥലങ്ങൾ പിടിച്ചു വാങ്ങിയവരാണ്. അതിലേറ്റവും കൂടുതൽ പേര് വന്നിരിക്കുന്നത് കേരളത്തിലാണെന്നാണ് പറയുന്നത്. കാരണം മറ്റുള്ള സംസ്ഥാനങ്ങളിലാണെങ്കിൽ ഇവർ ഈ ബേസിക്കലി മലയാളിക്ക് ബംഗ്ലാദേശികൾ പറയുന്ന ബംഗ്ലയും, അതായത് വെസ്റ്റ് ബംഗാൾ, നമ്മുടെ ബംഗാളിൽ പറയുന്ന ബംഗ്ലയും തമ്മിൽ തിരിച്ചറിയാൻ പറ്റത്തില്ല. പക്ഷേ എനിക്ക് തിരിച്ചറിയാം. എനിക്ക് ഈ ബംഗ്ലാ ലാംഗ്വേജ് അറിയാം. അതിൻ്റെ കാരണം അവിടെ പോലീസുമായിട്ട് കേസും മറ്റേ ശാരദ സ്റ്റിംഗ് ഓപ്പറേഷൻ ചെയ്ത സമയത്ത് ഞാനിതൊക്കെ പഠിച്ചു. ഒരു ട്യൂഷൻ ടീച്ചറെ വിളിച്ചിരുത്തി ഓൺലൈനിൽ കൂടെ ഞാനൊക്കെ ബംഗ്ലാ പഠിച്ചു. എനിക്ക് നമ്മുടെ ബംഗാളിലും ബംഗ്ലാദേശിലെ രണ്ടുപേരും പറയുന്നുണ്ട്, പെട്ടെന്ന് തിരിച്ചറിയാം. അതായത് സിമ്പിളായിട്ട് പറയാം, തിരുവനന്തപുരത്തുകാർ സംസാരിക്കും, ഞങ്ങളുടെ നാട്ടുകാർ നമ്മൾ മലയാളം സംസാരിക്കുന്നതും കാസർഗോഡുള്ളവർ സംസാരിക്കുന്ന വ്യത്യാസമുണ്ടോ? ഇതേ വ്യത്യാസമുണ്ട്. ഇതിൻ്റെ അകത്ത് വാക്കുകളും അർത്ഥങ്ങളും പറയുന്നതിനും ഇവരുടെ സ്ലാങ് കേട്ടാൽ അറിയാം ഒരു ബംഗ്ലാദേശികളാണ്. അപ്പോൾ ഇത് ബേസിക്കലി ഇവരെ പെട്ടെന്ന് തിരിച്ചറിയും കൽക്കട്ടയിൽ ഈ ബംഗാളിലുള്ളവർക്ക്, കാരണം ബംഗ്ലാദേശിയാണെന്നറിയും. ഇനി മറ്റുള്ള ഹിന്ദി സ്പീക്കിംഗ് ഇതുണ്ട്, പല സ്റ്റേറ്റുകളുണ്ട്, അപ്പോൾ അവർക്ക് പെട്ടെന്ന് തിരിച്ചറിയും. അവിടെ ഇപ്പം ചെന്നൈയിലാണെങ്കിലും തമിഴ്നാട്ടിലാണെങ്കിലും ഏറ്റവും കൂടുതൽ ലേബർ എന്ന് പറയുന്നത്, ഫാക്ടറി ലേബേഴ്സ് എന്ന് പറയുന്നത് ഈ പറയുന്ന ബംഗാളികളാണ്. അപ്പോൾ അവർ ആൾക്കാർ ഇൻട്രാക്ട് ചെയ്ത് അവിടെയുള്ള തമിഴ് കമ്മ്യൂണിറ്റിക്കും അറിയാം ഏത് ബംഗ്ലാദേശിയാണോ അത് ഇന്ത്യൻ ബംഗാളാണോ തിരിച്ചറിയുക. അത് ഇൻട്രാക്ഷനിൽ കൂടെ ഉണ്ടാവുന്ന സംഭവം. അപ്പോൾ അവിടെ നിൽക്കാൻ പറ്റത്തില്ല പലയിടത്തും. കാരണം ഇവരുടെയൊക്കെ സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ കേരളത്തിലെ കണക്കനുസരിച്ച്, ലേറ്റസ്റ്റ് കണക്കനുസരിച്ച് 2 ലക്ഷത്തിലധികം ബംഗ്ലാദേശികൾ കേരളത്തിലുണ്ട്. ഇപ്പം നിങ്ങൾ ഈ ഈ ബംഗാളി ലേബേഴ്സിനോട് ഞാൻ ഇവന്മാരെ അതിഥി തൊഴിലാളി എന്ന് പറയത്തൊന്നുമില്ല, നോൺസെൻസ്. നമ്മൾ കേരളത്തിൽ നിന്ന് പോകുന്ന തൊഴിലാളികളെ ലേബറായിട്ട് പോകുന്ന പറയുന്ന അവന്മാർ നമ്മൾ അതിഥി എന്നാണ് വിളിക്കുന്നത്. ഇറ്റ്സ് എ ലേബർ ആൻഡ് ലേബർ, വർക്കിംഗ് ക്ലാസ്, ഇത് ലേബർ ക്ലാസ്. അതിഥി തൊഴിലാളി മണ്ണാങ്കട്ട, ആ സ്നേഹവും ഇത് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അവർ മനുഷ്യനായിട്ട് പരിഗണിക്കുക. ഈ പറഞ്ഞ വാക്കുകൾ കൊണ്ട് ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല, നോൺസെൻസ്. ഇനി ഈ ടോപ്പിക്കിലോട്ട് വരാം. ഈ ബംഗ്ലാദേശിൽ നിന്ന് വന്ന ഈ ഇവർക്ക് എങ്ങനെയാണ് ഇവർ നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ ചോദിച്ചോണം, ഇവർ ബംഗാളിലെവിടെ? ഇവർ ബംഗ്ലാദേശിൽ നിന്ന് പറയത്തില്ല. ഇവർ പറയുന്നത് മുഷീറാബാദാണ് പറയുന്നത്. അതായത് ഒരു ബോർഡർ സിറ്റിയാണ് മുഷീറാബാദ്. ഈ മുഷീറാബാദും ഈ ബംഗ്ലാദേശിൻ്റെ ബോർഡറുമായിട്ട് അടുത്ത് കിടക്കുക. ഇവിടെ ഈ പറയുന്ന പോലെ സെക്യൂരിറ്റി, ഈ BSFിൻ്റെയോ മറ്റുള്ള സെക്യൂരിറ്റി വലുതായിട്ട് കാര്യമായിട്ടില്ല. ഈസി ആയിട്ട് ക്രോസ് ചെയ്യാൻ പറ്റും. ഇത് ഢാക്കയിൽ നിന്നും വളരെ അടുത്ത, പെട്ടെന്ന് ബസ്സേ വന്നിട്ട് തീരെയും കൂടി കയറി പോരാവുന്ന സ്ഥലമാണ്. ഇതാണ് ഒന്ന്. അതാണ് സിമ്പിളായിട്ട് വരും. എന്നിട്ട് ഇവർ ചെയ്യുന്നത്, ഞാൻ സ്റ്റഡി ചെയ്ത, റിസർച്ച് ചെയ്ത്, എന്നിട്ട് ഇവർ ചെയ്യുന്നത് ഇവിടെ ഉള്ള
ഈ ഫേക്കായിട്ട് ആധാർ കാർഡ് ഉണ്ടാക്കി കൊടുക്കുന്നവരുണ്ട്. ഒരു 1000 രൂപ 2000 രൂപ ചാർജ് ചെയ്യും. അവരുടെയൊക്കെ ഫോട്ടോ വെച്ച് മറ്റുള്ള ഫേക്ക് സംഭവം ഉണ്ടാക്കി അത് അവർ കമ്പ്യൂട്ടറിനകത്ത് ഉണ്ടാക്കി അടിച്ചു കൊടുക്കും. ഇതാണ് ഇവരുടെ കേരളത്തിലുള്ള 2 ലക്ഷം പേര്, ഞാൻ ഈ പറയുന്നതിലും അധികം പേര് ഇരിക്കുന്ന സാധനം ഈ ബംഗ്ലാദേശി ഈ ഇല്ലീഗലായിട്ട് ഇന്ത്യയിൽ കടന്നു വന്നവർ ഇതുണ്ടാക്കിയ ഫേക്ക് കാർഡാണ്. ഇപ്പോൾ സാധാരണക്കാരന് ഇവിടുത്തെ പോലീസിൽ നിന്ന് സ്കാൻ ചെയ്യാൻ പറ്റും, കാരണം അവർക്ക് ഈ സ്കാനിങ് സംഭവം പക്ഷേ ഇത് മറ്റേ അക്ഷയ കേന്ദ്രങ്ങളിൽ പോയി കഴിഞ്ഞ് നോക്കുവാണെങ്കിൽ പെട്ടെന്ന് പിടികിട്ടി എന്തുവാണ് കള്ളമാണോ സത്യമാണോ. അപ്പം അതുകൊണ്ട് നമുക്കിത് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റത്തില്ല ഇത് ഫേക്ക് ആണോ റിയൽ ആണോ എന്നുള്ളത് സംസാരത്തിൽ തിരിച്ചറിയാം. പിന്നെ ഈ പറയുന്ന ബംഗ്ലാദേശികൾ എന്ന് പറയുന്നത് ഇന്ത്യയിലുള്ള ബംഗാളി താമസിക്കുന്നവരെക്കാളിലും വലിയ അടിമ സ്വഭാവമുള്ളവരാണ് ബേസിക്കലി. അത് ആലോചിച്ചാണ് ഇന്ത്യയിലുള്ള ബംഗാളികൾ ഈ പറയുന്ന കുറഞ്ഞ വേതനത്തിന് ജോലി ചെയ്തില്ല. കാരണം അവനറിയാം എത്രയാണ് ഇവിടുത്തെ റേറ്റും പരിപാടിയും. കാരണം ഇവർക്ക് എങ്ങനെയെങ്കിലും ജോലി വേണം. പിന്നെ ഇവരെങ്ങനെയാണ് പണം അയക്കുന്നത്, അതാണ് തമാശ. അതായത് ഇവിടുന്ന് പല വെസ്റ്റേൺ യൂണിയൻ അങ്ങനെയുള്ള പല സംഭവങ്ങളുണ്ട്, പ്രൈവറ്റായിട്ട് മുത്തൂറ്റും അത് ഇതൊക്കെ ഉണ്ട്. അപ്പം അവിടുന്ന് ഇവർ ഈ പണം ആദ്യം കൽക്കട്ട ഈ വെസ്റ്റ് ബംഗാളിൻ്റെ ആ സൈഡിൽ ഇവർക്ക് അറിയാവുന്നവരുണ്ട്, ഇവരുടെയായിട്ട് ആൾക്കാർ തന്നെ ഉണ്ട്. അവിടെ അയച്ചു കഴിഞ്ഞിട്ട് അവിടെ നിന്നാണ് ഈ പണം അവർ എൻകാഷ് ചെയ്തിട്ട് ഈ ബംഗ്ലാദേശി കറൻസിയിലോട്ട് മാറ്റും. കാരണം ഇത് കൽക്കട്ടയിലാണെങ്കിൽ എല്ലായിടത്തും ഈ ഏറ്റവും കൂടുതൽ ബംഗ്ലാദേശികൾ ഈ ട്രീറ്റ്മെൻറ്റിന് വരുന്നത് കൽക്കട്ടയിലാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് പെട്ടെന്ന് കൺവേർട്ട് ചെയ്യാൻ പറ്റും അവർക്ക് വേണ്ടി സൗകര്യങ്ങൾ. കാരണം നമ്മളിപ്പോൾ അവിടുത്തെ ഹോട്ടൽ നോക്കുകയാണെങ്കിൽ കൽക്കട്ടയിലെ ഒരു 60% അതിൻ്റെ ഓക്കുപ്പൻസ് എന്ന് പറയുന്നത് ഈ ബംഗ്ലാദേശികളാണ്. കാരണം ഹോസ്പിറ്റലും പരിപാടിക്കായിട്ട് വരുന്ന പഴയ ഇന്ത്യ ആണല്ലോ. കാരണം കൽക്കട്ടയിൽ നിന്ന് ആകെ 134 കിലോമീറ്റർ ഉള്ളൂ ഈ ബംഗ്ലാദേശിൻ്റെ ബോർഡർ എന്ന് പറയുന്നത്. ബസ്സുണ്ട്, 4-5 ബസ് സർവീസ് ഉണ്ട്. അത് 4 ഇഷ്ടംപോലെ ബസ്സുണ്ട്. ആൾക്കാർ വരികയും പോവുകയൊക്കെ ചെയ്യുന്നൊരു സ്ഥലമാണ്. മനസ്സിലാക്കേണ്ടത് ഇനി കേരളത്തിൽ നടക്കുന്ന ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഈ വന്നിരിക്കുന്ന ബംഗ്ലാദേശികളെ അവരെ മതം പഠിപ്പിക്കാൻ ബംഗ്ലാദേശിൽ നിന്ന് തന്നെ ഉസ്താദിനെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ഞാൻ പറഞ്ഞാൽ ഇത് ഒഫീഷ്യലി കൺഫർമേഷനാണ്. അത് കേരള പോലീസിനോട് പറഞ്ഞ് പലയിടത്തും ക്രാക്ക് ചെയ്തു, ഉസ്താദുമാരെ പോക്കി. ഇവരെ പഠിപ്പിക്കുന്നത് എന്തുവാ? ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ ആൾക്കാർ തന്നെയാണ് ഈ സംഭവം. ഇവരെ പഠിപ്പിക്കുന്ന ഇസ്ലാം ഇതമാണ് കോട എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ച് ഒരു ആൻറ്റി ഇന്ത്യൻ സ്വഭാവമായിട്ട് മാറ്റുക. അധികം പേരോടും പറയുന്നത് അവർ മുസ്ലിങ്ങളുടെ വീടുകളിലെ ജോലി ചെയ്യുക, ഹിന്ദുക്കളുടെയും ക്രിസ്ത്യൻസിൻ്റെ അവിടെ ജോലി ചെയ്യരുത്, മാക്സിമം അവിടെ ജോലി ചെയ്യാവും. അതായത് തെറ്റായ രീതിയിലുള്ള ടീച്ചിങ് കൊടുക്കുക. കാര്യം അവിടെ നിന്ന് ആളെ കൊണ്ടുവരികയാണ്. ഇപ്പം നിങ്ങൾ ചോദിക്കും ഈ വെസ്റ്റ് ബംഗാളിൽ ഇത്രമാത്രം മുസ്ലിങ്ങളുണ്ട്. ഞാൻ ഒരു കാര്യം പറയാം, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഡീറ്റെയിൽ. കാരണം ഈ PV അൻവർ തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നു. ഇപ്പോൾ അദ്ദേഹത്തിന് അഭിഷേക് ബാനർജിയുമായിട്ട് മമതാ ബാനർജി കേരളത്തിൽ വരുന്നൊക്കെ PV അൻവർ പറഞ്ഞു. എനിക്ക് PV അൻവറിനേക്കാളും വെസ്റ്റ് ബംഗാളിൽ നല്ല കോണ്ടാക്ട്സ് ഉള്ള ഒരാളാണ്. കാരണം ഇത്രയും കേസുകളും അവിടുത്തെ പോലീസുമായിട്ടുണ്ട്, തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുമായിട്ടുണ്ട്. ഞാനവിടെ പോയി താമസിക്കുമ്പോൾ ഈ നേതാക്കന്മാരൊക്കെ എന്നെ കാണാൻ വരും. ഞാൻ താമസിക്കുന്ന ഹോട്ടലിൽ അവിടെയുള്ള പത്രക്കാരുമായിട്ട് ബന്ധമുണ്ട്. എന്തിനാണ് PV അൻവറിനെ ഈ മമതാ ബാനർജി പിടിച്ച് നേതാവാക്കിയെന്ന് എനിക്കറിയാം. എൻ്റെ റിയാലിറ്റി ഇവിടെ ഇത്രമാത്രം ബംഗാളികളുണ്ട്, അതായത് കേരളത്തിൽ. ഇവരെല്ലാം അധികം പേര് വോട്ട് ചെയ്യാൻ പോകാറുണ്ട്. അപ്പം അവർക്ക് വേണ്ടിയുള്ള സംഭവം ഈ ബംഗ്ലാദേശിൽ നിന്ന് ഇല്ലീഗൽ ഇമിഗ്രൻ്റ് ആയിട്ട് ഇഷ്ടംപോലെ ആൾക്കാർ ഈ മമതാ ബാനർജി ഗവൺമെൻറ് അവർക്ക് വോട്ടിംഗ് സംഭവം റേഷൻ കാർഡും കൊടുത്തിട്ടുണ്ട്. അവരെ സ്വാധീനിക്കാൻ വേണ്ടിയാണ് PV അൻവറിനെ ആക്കി. അല്ലാതെ അയാൾ കേരളത്തിലെ മലയോര ആനയുടെയും ചേനയുടെയും പന്നിയുടെയും കാര്യം നോക്കാനല്ല. ഇതൊക്കെ കേരളത്തിലെ ജനങ്ങളെ പറ്റി വഹിച്ചു വെച്ചിരിക്കുന്ന സംഭവം. ചിലപ്പോൾ അയാളെ പിടിച്ച് രാജ്യസഭ MP ആക്കാനുള്ള സാധ്യത. കാരണം നല്ലൊരു പെർസെൻറ്റേജ് ബംഗാളികൾ കേരളത്തിലുണ്ട്. ഇവർക്ക് അധികവും വോട്ടുള്ളത് ബംഗാളിലാണ്. അപ്പോൾ അവരെ സ്വാധീനിക്കാൻ മനസ്സിലാക്കുക. അവിടെയുള്ള പ്രധാനപ്പെട്ട ന്യൂസ് ചാനലുകൾ, ഇപ്പോൾ ABP ആണെങ്കിലും സീ ഹാൻഡെ ആണെങ്കിലും മറ്റുള്ള എല്ലാ ഇതിനകത്തുള്ള എഡിറ്റേഴ്സ് റിപ്പോർട്ടേഴ്സിനായിട്ട് എനിക്ക് പേഴ്സണൽ പരിചയമുണ്ട്. ഇവരെല്ലാം ഈ പെരുമ്പാവൂർ പല ഭാഗത്തും വന്ന് ഇലക്ഷൻ സമയത്ത് റിപ്പോർട്ട് ചെയ്യാറുണ്ട്. എന്താ കാര്യം?
കാരണം ഇവരെല്ലാം വോട്ട് ചെയ്യാൻ പോകുന്നത്, കാരണം ഇവരുടെ വോട്ട് പ്രാധാന്യമുണ്ട്. അതായത് കേരളത്തിലെ ബംഗാളികളെ സ്വാധീനിക്കാൻ അവരുടെ ആവശ്യങ്ങൾ ഇല്ലീഗൽ ഇമിഗ്രൻസിനെ അവർക്ക് വേണ്ടിയാണ് ബേസിക്കലി PVN മമതാ ബാനർജി വെച്ചിരിക്കുന്നത്. അല്ലാതെ വേറെ ഒരു ചുമ്മാ അടിസ്ഥാനപരമായിട്ട് നോൺസെൻസായി പറയുന്നത് ബേസിക്കലി. അത് ഞാൻ കൺഫേം ചെയ്തത് എന്തിനാ അവർ വെച്ചിരിക്കുന്നത്, എന്താണ് അവരുടെ താല്പര്യം. പുള്ളിയാണ് അങ്ങോട്ട് പോയത് വരണം ചേരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അതാണ് അതിൻ്റെ പ്രധാനം. പിന്നെ അതിനകത്ത് ചേർന്ന് മറ്റു പല പൊളിറ്റിക്കൽ ലീഡേഴ്സിനും അശോക് തൻവാർ ഹരിയാനയുടെ ലീഡറായിരുന്നു, അയാൾ ഒരു വർഷം കഴിഞ്ഞ് ഇപ്പുറത്ത് ഓടിച്ചത്, കാരണം അവിടെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അങ്ങനെ പോയ നേതാക്കളെല്ലാം തിരിച്ചു വന്നു, വലിയൊരു കൂട്ടം തൃണമൂൽ കോൺഗ്രസിൽ പോയത്. ഇപ്പോൾ അവർക്ക് ഈ നാഷണലി അത് വൈഡാക്കാൻ താല്പര്യമൊന്നുമില്ല, കാരണം അവർക്ക് മനസ്സിലായി പല ആൾക്കാരെ MP ആക്കി അവർ ആ ടേം കഴിയുമ്പോൾ അത് വിട്ടങ്ങ് പോവുക. ഇനി ഫൈനലായിട്ട് പറയേണ്ട ഒരു കാര്യം, നിങ്ങൾ ഒരു ബംഗാളീസ് ലേബറിനെ അവർ നല്ല ജോലി ചെയ്യുന്നവരാണ് കേട്ടോ, നമ്മുടെ നാട്ടിലെ പോലെ ഇടയ്ക്ക് പരിപാടി ചെയ്യുന്നവർ, ഇവന്മാർ നല്ലപോലെ ജോലി ചെയ്യുന്നവരാണ്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, ഇതിനകത്ത് വലിയ ശതമാനം ക്രിമിനൽസാണ്, നല്ലൊരു ശതമാനം. അവിടെ ജയിലിൽ നിന്നൊക്കെ അവിടുന്ന് ചാടിയൊക്കെ ഓടി വരുന്ന ഒത്തിരി പേരുണ്ട്. അതുകൊണ്ടാണ് ഇവർ ഈ പറയുന്ന പോലെ ക്രൈം കാണിക്കാൻ ഇവർക്ക് മടിയില്ല. അതാദ്യം മനസ്സിലാക്കുക. ഇത് ബംഗ്ലാദേശിൻ്റെ വെസ്റ്റ് ബംഗാളിൻ്റെ ഭാഗത്തുള്ള സിലിഗുഡി, മുഷീറാബാദ് അങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ഈ മനസ്സിലാക്കേണ്ടത്, ഇന്ത്യൻ വെസ്റ്റ് ബംഗാളിൽ ആകെയുള്ള 30% മുസ്ലിംസേ ഉള്ളൂ. അപ്പോൾ കേരളത്തിൽ വന്നിരിക്കുന്ന ഈ ബംഗാളി ലേബറിനെ എടുത്തു നോക്ക്, അതിൻ്റെ അകത്ത് 80% മുസ്ലിംസാണ്. അങ്ങനെ എത്ര 80% മുസ്ലിംസാണ്? മനസ്സിലാക്കിയത് ബംഗ്ലാദേശിൽ നിന്ന് ഇല്ലീഗൽ ഇമിഗ്രൻസാണ്. ഞാനൊരു ഏകദേശ കണക്കാണ് ഈ 2 lakhs ഇല്ലീഗലായിട്ടുള്ള ഇമിഗ്രൻസിൻ്റെ കാര്യം പറഞ്ഞത്. ഇനി കേന്ദ്ര ഗവൺമെൻറ് എന്തുകൊണ്ടാണ് ഇങ്ങനെ തീരുമാനമെടുക്കാൻ കാരണം ഇവരെല്ലാം ക്രിമിനൽസ്. കാരണം ഇവരവിടെയുള്ള ഹിന്ദുക്കളെ അടിച്ചോടിച്ചിട്ട് ഇങ്ങോട്ട് കയറി വന്നേക്കുന്നത്. അതുകൊണ്ട് ഇവന്മാരെ എത്രയും വേഗം പൊക്കി അങ്ങോട്ടങ്ങ് വിടുക, കാരണം അവിടെ ലീഗൽ ആക്ഷൻ തുടങ്ങാൻ പോവുകയാണ്. ഇത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കൂടെ താല്പര്യമാണ് ഞാൻ ഈ പറയുന്നത്. കേന്ദ്ര ഗവൺമെൻറ്റിൽ ഒരു ഇന്ത്യക്കാരൻ്റെ താല്പര്യം, ഇത് ക്രിമിനൽസായിട്ട് അവിടെ ഇന്ത്യക്കാരെ അടിച്ചോടിച്ചവന്മാർ ഇവിടെ കയറി വന്നു കഴിഞ്ഞ് നമ്മൾ ഇവരെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന തെറ്റാണ്. മാറ്റി നിർത്തുന്ന മാക്സിമം മാറ്റി നിർത്തിക്കോണം. കാരണം ഇത് കൊടുക്കുകയും വീണ്ടും ഇതുപോലെ അവൻ ചെയ്യും. കാരണം അവിടെ ആക്ഷൻ എടുത്തവർ ഇന്ത്യയിലോട്ട് കയറിയേക്കുക, ഒരു രക്ഷയില്ലാതെ. അതുകൊണ്ടൊരു ബംഗാളി ലേബേഴ്സിനെയും കൺസ്ട്രക്ഷൻ വർക്കിലൊക്കെ പല കോൺട്രാക്ടേഴ്സ് ഉണ്ട്, അതൊരു കച്ചവടമാണ്. അവരും മനസ്സിലാക്കുക നിങ്ങൾ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത് ക്രിമിനൽസിനെയാണ്. മാക്സിമമായിട്ട് ഒരു മാറ്റി നിർത്തേണ്ടവനെ മാറ്റി തന്നെ നിർത്തണം. അപ്പം അതിനെപ്പറ്റി അന്വേഷിക്കുകയാണ്, ആരാണ് ഇവർ ഇത്രയും പേരെ കൊണ്ടുവരുന്നത്. കാരണം ആരാണ് ഇവർക്ക് ഒന്നും അറിയും ബംഗ്ലാദേശികളെ ഇതേപോലെ ഇല്ലീഗൽ ഇമിഗ്രൻസിനെ ഇവിടെ താമസിപ്പിച്ച് ജോലി ചെയ്യുന്നത്. ഇന്ത്യ ഗവൺമെൻറ് മുഴുവനും ക്രാക്ക് ഡൗൺ ചെയ്യാൻ പോവാണ്. അവർ പ്ലാൻ ചെയ്തിരിക്കുന്ന വരാൻ പോകുന്ന 1-2 വർഷത്തിന് 5 ലക്ഷം, പിന്നെ 10 ലക്ഷം, ഏകദേശം 2 കോടിയിൽ മുകളിലുണ്ട് ഇന്ത്യയിൽ പല സ്റ്റേറ്റുകളിലായിട്ട്. ഇവരെ പതുക്കെ അങ്ങ് ഡീപ്പോർട്ട് ചെയ്യാനുള്ള പരിപാടിയാണ്, അത് ഇന്ത്യയിൽ നിന്ന് പുറത്ത് കടത്തുക. അപ്പോൾ അതിന് ഓരോ മലയാളി ശ്രദ്ധിക്കണം. കാരണം ഏകദേശം ഇവിടെ 16-17% ഇവിടെ ബംഗാളി ആൾക്കാരാണുള്ളത്. ഇതിനകത്ത് നിങ്ങൾ സഹകരിച്ചേ മതിയാകത്തുള്ളൂ. അറിയിക്കേണ്ടവരെ ഇൻഫോം ചെയ്തോണം ഈ കാര്യങ്ങൾ. അതായത് ക്രിമിനൽസാണ്, അവിടെ ആൾക്കാരെ ക്രൂരമായിട്ട് ഉപദ്രവിക്കുകയും മർദ്ദിക്കുകയും ചെയ്തവരെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അവരെ ഫെസിലിറ്റേറ്റ് നിങ്ങൾക്കറിയാം ആൾക്കാരുണ്ട്, പല ആൾക്കാർക്കും താല്പര്യമുണ്ട്. കാരണം ഇവിടെ ഒരു മുസ്ലിം മെജോറിറ്റി ഉണ്ടാക്കിയെടുക്കാൻ താല്പര്യമുണ്ട് പലർക്കും. അതിൻ്റെ ഇതൊരു വലിയ ഒരു കോൺസ്പിറസിയുടെ ഭാഗമാണ് ഇത് മുഴുവനും തിയറി വന്നിരിക്കുന്നത്, നറേറ്റീവ്സും തിയറിയും വന്നിരിക്കുന്നത്. അതിൽ പൂർണ്ണമായിട്ടും മലയാളികൾ സഹകരിക്കണമെന്നാണ് എനിക്കിതിൽ പറയാനുള്ളത്.